നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഒത്തിരി മികവാർന്ന പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും. നമ്മുടെ ചാനലിൽ വന്നിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഏതോ ഒരു വകയിൽ നിങ്ങളുടെ ജീവിതം നല്ലതാക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നാറില്ലേ? അതെ, മനസ്സാലെ ഞാൻ ഇന്ന് പകർന്നു തരുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് വന്നിട്ട് ശ്രദ്ധാപൂർവം നിങ്ങൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിരിക്കുന്ന എല്ലാ പ്രോബ്ലവും മാറിക്കിട്ടും. ഞാൻ ചെയ്തു നോക്കി, എനിക്കും ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തവർക്കും ഇത് ഫലപ്രാപ്തി വന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ടെക്നിക്ക്, അത് എന്താണെന്ന് നോക്കിയാൽ ഹോ ഓ പോണോ പോണോ ടെക്നിക്ക്. വൺസ് അഗെയിൻ, ഹോ ഓ പോണോ പോണോ ടെക്നിക്ക്. ഈ ടെക്നിക്ക് വന്നിട്ട് എവിടെ നിന്ന് ഒറിജിനേറ്റ് ആയി എന്ന് ചോദിച്ചാൽ ഹാവായി നിന്നാണ്. ഇതിൻ്റെ ഒറിജിനേറ്റ് ഹാവായി നിന്നാണ്. മനസ്സിലായോ? ഹാവായിലുണ്ടായിരുന്ന പഴയ ആൾക്കാരുണ്ടല്ലോ, അവർ വന്നിട്ട്, പഴയത് മാത്രമല്ല ഇപ്പോഴും പിന്തുടർന്ന് വരുന്നുണ്ട്, ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ നല്ല പല മാറ്റങ്ങളും നേടിയിട്ടുണ്ട്. നമ്മൾ ചെയ്തു പോയ പല പ്രശ്നങ്ങളിൽ നിന്നും പല തെറ്റുകളിൽ നിന്നും നമുക്ക് വെളിയിൽ വരാനായിട്ട് ഇത് സഹായിക്കും. ചെയ്ത തെറ്റ് തെറ്റല്ലാതാവില്ല, പക്ഷേ അതിൽ പശ്ചാത്താപം വന്ന് നല്ലൊരു മനുഷ്യനാവാനായിട്ട് നമ്മളെ സഹായിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. നമ്മളെ ചുറ്റിയിരിക്കുന്നവരെ നമ്മൾ പഴി പറയാതെ നമുക്ക് വന്നത് അത് നല്ലതായാലും ശരി കെട്ടതായാലും ശരി അതോടെ ഉത്തരവാദി നമ്മൾ തന്നെയെന്ന് സ്വയം ഏറ്റെടുത്ത് ജീവിക്കാനുള്ള ഒരു പ്രചോദനം തരുന്ന ഒന്നാണ് ഈ ഹോ പോണോ പോണോ ടെക്നിക്ക്. ഈ ടെക്നിക്ക് വന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്തത്, ഈ അറിവ് പകർന്നു കൊടുത്തത് ആരാണെന്ന് വെച്ചാൽ ഡോക്ടർ ഹ്യൂളിൻ. അദ്ദേഹം ആരാണെന്ന് കേട്ടാൽ ഹവായിലെ ഒരു സൈക്കോളജിസ്റ്റാണ് ഡോക്ടർ ഹൂലിൻ. അദ്ദേഹം വന്നിട്ട് എങ്ങനെ ഈ ടെക്നിക്ക് വിശ്വസിച്ച് അത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒത്തിരി തെറ്റുകൾ ചെയ്ത്, മീൻസ് മാപ്പ് കൊടുക്കാനാവാത്ത അത്ര അളവിന് തെറ്റ് ചെയ്തവർ ഇരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ. അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടേ ഇരിക്കുന്നു, അതായത് കൗൺസിലിംഗ് പോലുള്ള ട്രീറ്റ്മെൻറ്റ്. അവിടെ വന്നിട്ട് ഒരു ഡോക്ടറും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഹോസ്പിറ്റലാണത്. അത്രയ്ക്കും മോശമായിരുന്നു അവിടെ ഉള്ള പേഷ്യൻസ്. നേഴ്സസ് എല്ലാം എപ്പോഴും മെഡിക്കൽ ലീവ് എടുത്തിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്നും ജോലി ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ. അത്രയും മോശമായ നിലയിലാണ് ആ ഹോസ്പിറ്റൽ ഓടിയിട്ടിരുന്നത്. കാരണം കുറ്റവാളികളാണ് അധികവും അവിടെ ഉണ്ടായിരുന്നത്. മോഷണം, കൊലപാതകം എല്ലാം ചെയ്തവരാണവർ. അങ്ങനെ ഒരു ഹോസ്പിറ്റലിലാണ് ഡോക്ടർ ഹ്യൂളിൻ പോകുന്നത്. അദ്ദേഹം വന്നിട്ട് യാതൊരു പേഷ്യൻറ്റിനെയും, എത്രയോ പേഷ്യൻസ് ഉണ്ട് അവിടെ, പക്ഷെ ഒരു പേഷ്യൻറ്റിനെയും നേരിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടേ ഇല്ല. അവരുടെ കേസ് ഹിസ്റ്ററി അദ്ദേഹം നോക്കി, അതിൽ നിന്നും അവരുടെ ഓരോരുത്തരുടെ കേസ് ഹിസ്റ്ററിക്ക് ഓരോ നമ്പറും നെയിമും ഉണ്ടല്ലോ, ആ നമ്പറിനും നെയിമിനും ദിവസവും അദ്ദേഹം ഈ ഹോ പോണോ പോണോ ടെക്നിക്ക് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുത്തു. അവരെ നേരിട്ട് കാണുന്നില്ല, അവർക്കുള്ളത് എഴുതി അവർക്ക് അത് പറഞ്ഞു കൊടുത്തു. അവരെ തിരുത്താനായിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. മിറാക്കിൾ എന്ന് തന്നെ പറയാം. എത്രയും പെട്ടെന്ന് തന്നെ ഓരോ കുറ്റവാളികളും നല്ല നടത്തം ആരംഭിച്ചു തുടങ്ങി.
മറ്റുള്ളവരൊക്കെ അത് കണ്ടിട്ട് ഇവരൊക്കെയാണോ ഇങ്ങനെ മാറിയത്, എങ്ങനെ ഈ മാറ്റം വന്നു ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ എന്നവർ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു. അവർക്കങ്ങ് വണ്ടറായിപ്പോയി. അതിന് വഴിവെച്ചത് എന്താണെന്ന് നോക്കിയാൽ ഈ ഹോ ഓ പോണോ പോണോ ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഏതൊരു ആവശ്യത്തിനും ഉപയോഗിക്കാവുന്നതാണ്. പണത്തിന് ഉപയോഗിക്കാം, നിങ്ങളുടെ ജീവിതത്തിലിരിക്കുന്ന സകലമാന പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വന്നിട്ട് 4 വാക്യങ്ങൾ മാത്രമാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നാം. കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കിയിട്ട് ചൊല്ലുന്ന വാക്കുകൾ പോലെ ഇരിക്കുന്നു. ഇത് വച്ച് എല്ലാ പ്രോബ്ലംസ് തീർക്കാമെന്ന് നിങ്ങൾ പറയുന്നല്ലോ എന്ന് നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് തോന്നാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് വന്നിട്ട് നമ്മുടെ അഹങ്കാരത്തെ വിട്ടിട്ട് ഒരാളോട് പോയി ഐ ആം സോറി എന്ന് പറയുന്നു. പ്ലീസ് ഫോർഗീവ് മീ, എന്നെ വന്നിട്ട് ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് തരൂ, അങ്ങനെ പറയുന്നു. താങ്ക് യു, നന്ദി പറയുന്നു. ഐ ലവ് യു, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. സോ ഈ 4 വേർഡ്സിലാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വന്നിട്ട് ഒത്തിരി അപൂർവമായിട്ട് തോന്നാം. ബട്ട് ഈ വീഡിയോ കണ്ട് തീർന്ന ഉടനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴത്തെയും പോലെ നിങ്ങളെ കുടുംബദേവതയെ, പരദേവതയെ വിളിച്ചോളുക. അത് കഴിഞ്ഞിട്ട് വരാഹി അമ്മയെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. ശേഷം നിങ്ങൾ കണ്ണുകൾ മൂടി നല്ലതായിട്ട് ശ്വാസം പിടിച്ച് അത് വെളിയിലേക്ക് വിട്ടതിന് ശേഷം ഈ വേർഡ്സ് ഒരു 3 തവണ പറഞ്ഞു നോക്കുക. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കപ്പോൾ പോസിറ്റീവായിട്ട് വരും. നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഒത്തിരി ഇറിറ്റേറ്റഡ് ആയിരിക്കുന്നു, ഒത്തിരി കോപത്തിലിരിക്കുന്നു, എല്ലാവരോടും ദേഷ്യം വരുന്നു. അങ്ങനെയെങ്കിൽ ഈ 4 വാക്യങ്ങൾ മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതി. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇങ്ങനെ ചൊല്ലിക്കോളുക. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരും. ആ ഹോസ്പിറ്റലിൽ ഇരുന്ന കുറ്റവാളികളെ കാണാതെയാണ് എങ്ങനെ ഡോക്ടർ ഹ്യുലിൻ അവരെ മാറ്റിയതും അവരുടെ മനസ്സ് മാറിയതും അവരുടെ നടത്തത്തിൽ നല്ല ഒരു മുന്നേറ്റം സൃഷ്ടിച്ചതും. അതുപോലെ ഈ വഴി നമ്മൾ ചെയ്താലും നമ്മുടെ ലൈഫിൽ നമ്മൾക്കിരിക്കുന്ന പ്രശ്നങ്ങൾ, മീൻസ് നിങ്ങളുടെ ഹസ്ബൻഡിന് ഓർ ഹസ്ബൻഡോ വൈഫോ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി, നിങ്ങളോട് അവർ വീണ്ടും വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഡിയർ എന്ന് ഫസ്റ്റിൽ പറയുക. ഡിയർ എന്നിട്ട് അവരുടെ പേര് പറയുക. എന്നിട്ട് നിങ്ങൾ ഈ 4 വേർഡ്സ് ഉച്ചരിക്കണം. എന്തെന്നാൽ ഡിയർ ഹസ്ബൻഡിൻ്റെ പേരാണെങ്കിൽ പറഞ്ഞിട്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതുപോലെ തന്നെ വന്നിട്ട് വേറെ ഏതെങ്കിലും വിഷയം, ഇപ്പോൾ ഒരു പഠനത്തിനോ ജോലി വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും നിങ്ങൾ ഈ 4 വേർഡ്സ് ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പണപ്രശ്നം തീരണം അങ്ങനെ എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഡിയർ മണി അങ്ങനെ പറഞ്ഞിട്ട് 4 വേർഡ്സ് പറയുക. ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് വന്നിട്ട് നിങ്ങൾ ശാന്തമായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് ഒരു 21 ടൈംസ് ഉച്ചരിക്കണം. ഇതിൽ വേറൊന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അതിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 21 ടൈംസ് പറഞ്ഞ് എഴുതുക. വേറൊന്ന്, ഇത് ഏത് ടൈമിൽ ചെയ്യണം വെച്ചാൽ അങ്ങനെ ടൈമിംഗ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് എപ്പോൾ നേരം കിട്ടുന്നുവോ അപ്പോൾ ചെയ്തോളുക. ഡിയർ എന്നത് മുന്നാടി ചേർക്കണം കേട്ടോ, അത് മറന്നു പോകരുത്. ഇപ്പോൾ ജോലിക്ക് വേണ്ടിയാണെങ്കിൽ ഡിയർ ജോബ്, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുക. ഇപ്പോൾ മാരേജിന് വേണ്ടിയാണെങ്കിൽ കല്യാണത്തിനായിട്ട് ഡിയർ മാരേജ്, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു.
ഇങ്ങനെ നിങ്ങൾ 21 ടൈംസ് ചൊല്ലുകയും എഴുതുകയും ആവാം. ഇങ്ങനെ നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ എന്ത് വേണമെന്ന് കരുതുന്നുവോ അത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്ത് മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും. ഇപ്പോൾ നിറയെ പേർക്ക് പണം പ്രശ്നമാണ് ഇരിക്കുന്നത്. അതിനാൽ ഞാൻ പ്രധാനമായും പണത്തിനെ പറ്റിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപ നോട്ടോ അല്ലെങ്കിൽ ഒരു 50 രൂപ നോട്ടോ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് എടുത്ത് വെച്ചിട്ട് ദിവസേന ആ നോട്ട് നോക്കിയിട്ട് നിങ്ങൾ പറയുക, ഡിയർ മണി എന്ന് പറഞ്ഞിട്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുക. ഈ വേർഡ്സ് പറഞ്ഞല്ലോ 21 ടൈംസ് ചൊല്ലി നോക്കിക്കോളുക. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താലേ അതിൻ്റെ പവർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കേ വന്ന് ഇരിക്കുന്ന നല്ലൊരു മാറ്റത്തെ നിങ്ങളുടെ കണ്ണാലെയേ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ വേറൊന്ന്, ഇത് ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക, വിശ്വാസത്തോടുകൂടി ഇത് ചൊല്ലിക്കോളുക. മെക്കാനിക്കലായിട്ടോ മെഷീൻ മാതിരിയോ ഇത് പറയാതിരിക്കുക. നിങ്ങളൊന്ന് ഉഷാറായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? നിശ്ചയമായിട്ട് ഇത് നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തെ അനുഭവിച്ചറിയാൻ സാധിപ്പിക്കും. എത്ര വലിയ പ്രശ്നമായാലും, നിങ്ങൾ ഏത് പ്രശ്നത്തിലിരുന്നാലും ശരി, നിങ്ങൾക്കത് ശരിയാക്കാൻ പറ്റും. ഒരു പോം വഴി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും, ഒരു സൊല്യൂഷൻ. ഇപ്പോൾ കുഞ്ഞിന് വേണ്ടിയോ ആരോഗ്യത്തിന് വേണ്ടിയോ ജോലി, ഭർത്താവിൻ്റെ സ്നേഹം, ഭാര്യയുടെ സ്നേഹം, ഭർത്താവിൻ്റെ കുടിയുടെ ശീലം മാറ്റുക, കുടിക്കുകയാണ്, ഒത്തിരി കുടിക്കുകയാണ്, അതിൽ നിന്നൊന്ന് ഒഴിവാക്കുക, കുടി നിർത്തണം, കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം, ഏതിനു വേണ്ടിയും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു പ്രശ്നവുമില്ല. ഇത് വന്നിട്ട് നിങ്ങൾ ഫസ്റ്റിൽ വരാഹി അമ്മയെ പ്രാർത്ഥിച്ച്, അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ട് വേണം ഇതിലോട്ട് പോകാനായിട്ട്. സോ ഇതാണ് ആ ഒത്തിരി പവർഫുള്ളായിട്ടുള്ള ടെക്നിക്ക്. ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഈസി, എന്നാൽ കൈമേൽ ഫലം തരുന്ന ഒരു ടെക്നിക്കാണിത്. സോ വേറൊന്ന് വന്നിട്ട് ഇതിന് ശുദ്ധബദ്ധമായിരിക്കണം അങ്ങനെ ഒന്നുമില്ല. പീരീഡ്സ് ടൈമിൽ ചൊല്ലാം, നോൺ വെജ് കഴിച്ചിട്ട് ചൊല്ലാം, ഒന്നും ഒരു വിഷയമേ അല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് പൊസിഷനിലായാലും ശരി നിങ്ങൾക്കിത് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യാം. പറയുന്നതിനേക്കാൾ എഴുതുന്നതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ 21 ടൈംസ് എഴുതിക്കൊള്ളുക. പിന്നെ സമയം ഒരു കാര്യമല്ല, ഇഷ്ടമുള്ള സമയത്തിന് എഴുതാം. പക്ഷേ 21 ഡേയ്സ് നിങ്ങൾ കറക്റ്റായിട്ട് അടുപ്പിച്ച് എഴുതിക്കൊള്ളുക. എഴുതും തോറും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്കേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസം മുടങ്ങിപ്പോയാലും കുഴപ്പമില്ല, നെക്സ്റ്റ് ഡേ അത് കണ്ടിന്യൂ ചെയ്തോളുക. പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മാത്രമല്ല ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.